ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പൂവടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. സവാള വാടി വന്നതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച ബീഫ് മിക്സിയിൽ അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളമൊഴിച്ച് ഇത് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. ഈ മാവിൽ നിന്നും കുറച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും ഉരുളകളാക്കിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കുക. ഈ പത്തിരിയിലേക്ക് കുറച്ച് ബീഫ് മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മടക്കി ഒട്ടിക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗവും ഫ്രൈ ആയതിനു ശേഷം എണ്ണയിൽ നിന്നും മാറ്റുക. ഇപ്പോൾ നമ്മുടെ പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.